അപ്പോൾ നമുക്ക് ഇതുപോലൊരു സർക്യൂട്ട് ഫൈൻഡ് ദി വോൾട്ടേജ് അക്രോസ് 6 ohm റെസിസ്റ്റർ എന്ന് പറഞ്ഞൊരു സർക്യൂട്ട് തന്നാൽ ഇതെങ്ങനെ ചെയ്യും? നമ്മൾ നോക്കുക, ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് സർക്യൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് വോൾട്ടേജ് അക്രോസ് 6 ohm കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് മെഷ് അനാലിസിസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ മെഷ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തെ ആ 6 ohമിന് അക്രോസുള്ള അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, അപ്പം മെഷ് അനാലിസിസ് ചെയ്യണമെങ്കിൽ മെഷ് അനാലിസിസ് ഏത് റൂളാണ് നോക്കുന്നത്, മെഷ് അനാലിസിസ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം മെഷ് എന്താണെന്ന് അറിയണം. മെഷ് എന്താണ്? മെഷ് ഇസ് ദ സിംപ്ലസ്റ്റ് ലൂപ്പ് ഇൻ എ സർക്യൂട്ടാണ് വിച്ച് കനോട്ട് ബി സബ്ഡിവൈഡ് ഇൻ ടു അനദർ ലൂപ്പ്. അതായത് ഏറ്റവും ചെറിയ ലൂപ്പാണ്, അതിനെ നമുക്ക് വീണ്ടും ലൂപ്പായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് കാണണം, അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്ര മെഷ് ഉണ്ടെന്ന് നോക്കുക. നോക്കുമ്പോൾ നമുക്ക് ഇത് എത്ര മെഷ് ഉണ്ട്, സിംപ്ലസ്റ്റ് ലൂപ്പ് എത്ര എണ്ണം ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 50 വോൾട്ട് 2 ohm 6 ohm കൂടെ ചേർന്ന് ഒരു മെഷ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ 6 ohm 8 ohm 10 വോൾട്ടും കൂടെ ചേർന്ന് വേറൊരു മെഷ് ഉണ്ടാകുന്നത് മെഷ് നമ്പർ 2 ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ 10 ohm 8 ohm 2 ohm കൂടെ ചേർന്ന് വേറൊരു മെഷ് നമ്പർ 3. അങ്ങനെ നമുക്ക് 3 മെഷാണുള്ളത്, മെഷ് 1 2 3. അപ്പോൾ ഇത് മെഷ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെഷ് കറണ്ടാണ്. മെഷ് കറണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. മെഷ് കറണ്ടിന് അല്ലെങ്കിൽ മെഷ് കറണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ മെഷ് കറണ്ട് നെയിം കൊടുക്കുക. അപ്പോൾ I1 I2 I3 എന്ന് പറഞ്ഞ 3 മെഷ് കറണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഷ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഒരേ ഡയറക്ഷൻ, അതായത് എല്ലാം ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ്, ഒരേ ഡയറക്ഷൻ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരേ ഡയറക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അങ്ങനെ മാറ്റി തിരിച്ചൊക്കെ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരേ ഡയറക്ഷൻ കൊടുത്താലുള്ള എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവിങ് എളുപ്പമായിട്ട് വരും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, I1 I2 I3 3 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ മെഷ് കറണ്ട് മെഷ് ഐഡൻറ്റിഫൈ ചെയ്തു, മെഷ് കറണ്ട് നെയിം ചെയ്തു, മെഷ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുത്തു. ഇനി ചെയ്യുന്നത് എന്താണ്? മെഷ് ഇക്വേഷൻസ് എഴുതണം. മെഷ് ഇക്വേഷൻസ് എഴുതണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ മെഷായിട്ട് എടുക്കാം. ഫസ്റ്റ് മെഷ് 1 എടുക്കും. മെഷ് 1 എടുക്കുമ്പോൾ നമുക്ക് മെഷ് ഇക്വേഷൻസ് എഴുതണമെങ്കിൽ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജിൽ, അപ്പോൾ വോൾട്ടേജ് ഇക്വേഷൻസ് ആണ് എഴുതുന്നത്. വോൾട്ടേജ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ വോൾട്ടേജ് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഒരു മെഷായിട്ട് എടുക്കുമ്പോൾ മെഷ് 1 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ്. അപ്പോൾ എളുപ്പത്തിനാണ് ഞാൻ ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത് പറഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റ് പോയിന്റ്, ടോപ്പ് ലെഫ്റ്റ് പോയിന്റ്, എല്ലാ മെഷീൻ്റെയും ടോപ്പ് ലെഫ്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങി തിരിച്ച് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്ന രീതി നമുക്ക് ഇക്വേഷൻ എഴുതും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 50 വോൾട്ടും 2 ohm കൂടെ ചേർന്ന പോയിൻ്റാണ് ടോപ്പ് ലെഫ്റ്റ് പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അവിടെ നിന്ന് കറണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്ക് I1 ഇങ്ങനെ വരുമ്പോൾ ആദ്യം വന്ന് എവിടെ കയറും? 2 ohm റെസിസ്റ്റൻസിൽ കയറും. അപ്പോൾ 2 ohm റെസിസ്റ്റൻസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തോ ഉണ്ട്, 2 ohമിൽ കൂടെ I1 എന്ന് പറഞ്ഞ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും I3 എന്ന് പറഞ്ഞ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോകുന്നുണ്ട്. അപ്പോൾ അതുവഴി 2 കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് 2 ohമിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I1ൻ്റെയും I3യുടെയും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ I1 - I3 × 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അവിടുത്തെ വോൾട്ടേജ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യണം വെച്ചാൽ ഏത് മെഷിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത് ആ മെഷിൻ്റെ കറണ്ടാണ് നമ്മൾ കറക്റ്റ് ഡയറക്ഷൻ എന്ന് വിചാരിച്ച് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ I1 ആണ് പോസിറ്റീവ് എന്ന് ധരിച്ച് വേണം എഴുതാൻ. അപ്പോൾ ഇത് 2 × I1 - I3. അവിടെ നമ്മൾ എന്തുവാണ്, ഒരു റെസിസ്റ്റൻസിൽ വോൾട്ടേജ് ഡ്രോപ്പാണ് ആവുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ഇട്ട് എഴുതും. -2 × I1 - I3. പിന്നെ ആ കറണ്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെ വന്ന് എങ്ങോട്ട് കയറും? 6 ohമിൽ കയറും. അവിടെ അതേപോലെ തന്നെ 2 കറണ്ട് ഉണ്ട്, I1 ഉണ്ട് I2 ഉണ്ട്. മെഷ് 1ൻ്റെ ഇക്വേഷനാണ് നമ്മൾ I1 - I2 എന്ന് പറയും. അവിടെയും ഡ്രോപ്പാണ് ആവുന്നത്, ദാറ്റ് ഈസ് -6 × I1 - I2. പിന്നെ ആ കറണ്ട് വന്ന് എവിടെ കയറുന്നു? ഒരു വോൾട്ടേജ് സോഴ്സിൽ കയറും. അപ്പോൾ വോൾട്ടേജ് സോഴ്സിൽ എങ്ങോട്ടാണ് കയറുന്നത്? വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കയറുന്നത്. ദാറ്റ് ഈസ് അപ്പോൾ എയ്ഡിങ് ആയിട്ടാണ് ആ സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വെച്ചാൽ വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ വന്ന് കയറുവാണെങ്കിൽ നമ്മൾ പ്ലസ് ഇട്ട് എഴുതുക, ആ വോൾട്ടേജ് നമ്മൾ ആഡ് ചെയ്ത് എഴുതും. അതല്ല പോസിറ്റീവിലാണ് വന്ന് കയറുന്നതെങ്കിൽ മൈനസ് ഇട്ട് എഴുതുക. അപ്പോൾ ഇവിടെ കറണ്ട് വന്ന് കയറുന്ന നെഗറ്റീവ് ടെർമിനലായതുകൊണ്ട് നമ്മൾ +50 എഴുതും. ദാറ്റ് ഈസ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? -2 × I1 - I3 -6 × I1 - I2 +50 = 0. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് 8I1 - 6I2 - 2I3 = 15 കിട്ടും. അതേപോലെ തന്നെ മെഷ് 2 എടുക്കുക. മെഷ് 2ൻ്റെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ എടുത്തെന്ന് വെച്ചാൽ 8 ohm 6 ohm കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് I2 വരുവാണെങ്കിൽ ആദ്യം വന്ന് 8 ohമിൽ കയറും. അവിടെ അതേപോലെ തന്നെ I2 ഉണ്ട് I3 ഉണ്ട്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണത്. അപ്പോൾ 8 × I2 - I3 ആണ് അവിടുത്തെ വോൾട്ടേജ്. വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ എന്ത് മൈനസ് കൊടുക്കും, -8 × I2 - I3.
പിന്നെ വന്ന് കയറുന്ന ഒരു വോൾട്ടേജ് സോഴ്സിലാണ്. അവിടെ എവിടെയാണ് കയറുന്നത്? നെഗറ്റീവ് ടെർമിനൽ കയറുന്നത് നമ്മൾ പോസിറ്റീവ് സൈനിട്ട് എഴുതും. ദാറ്റ് ഈസ് -8 × I2 - I3 + 10. പിന്നെ ഒരു -6 × I2 - I1 = 0 എന്ന് കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 6I1 - 14I2 + 8I3 = -10 എന്ന് കിട്ടും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മെഷ് 3 എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എടുക്കുന്നത്? ടോപ്പ് ലെഫ്റ്റ് പോയിന്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അങ്ങനെ കിട്ടും -10 × I3. കാരണം ആ 10 ഓം I3 എന്ന് പറഞ്ഞാൽ കറണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ 8 ഓം വരും. അപ്പോൾ -10 × I3 -8 × I3 - I2 -2 × I3 - I1 = 0. ആ മെഷിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സസ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? നമുക്ക് 2I1 + 8I2 - 20I3 = 0 എന്ന് കിട്ടും. അപ്പോൾ 3 മെഷ് 3 ഇക്വേഷൻ, ദാറ്റ് ഈസ് 8I1 - 6I2 - 2I3 = 50, 6I1 - 14I2 + 8I3 = -10, 2I1 + 8I2 - 20I3 = 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ആണ്. ഇപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ മോഡിലിട്ടിട്ട് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായിട്ട് I1 = എന്ത് കിട്ടും? 16 ആംപിയറിനും I2 = 11 ആംപിയറിനും I3 = 6 ആംപിയറിനും കിട്ടി. അപ്പോൾ നമുക്ക് 3 കറണ്ട് കിട്ടി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വോൾട്ടേജ് അക്രോസ് 6 ഓം റെസിസ്റ്റർ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുക? അവിടുത്തെ കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് വരും. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ 6 ഓമിൽ കൂടെ നമുക്ക് I1 ഉണ്ട് I2 ഫ്ലോ ചെയ്യുന്നുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുവഴിയുള്ള കറണ്ട്, നെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് I1 - I2 മോഡുലസ് ഓഫ് I1 - I2 ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും? 6 × മോഡുലസ് ഓഫ് I1 - I2, ദാറ്റ് ഈസ് 6 × 16 - 11, ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? 6 × 5, ദാറ്റ് ഈസ് 30 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ വേണേൽ മാറ്റി ചോദിക്കാം. ചിലപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന പകരം പവർ ഡെസിപ്പേറ്റഡ് അക്രോസ് 6 ഓം റെസിസ്റ്റൻസ് ചോദിക്കും. അപ്പോൾ പവർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പവർ ഈസിങ് നമുക്കറിയാം I² R ആണ് പവർ ഡെസിപ്പേറ്റഡ്. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് വെച്ചാൽ I1 - I2 ആണ്. അപ്പോൾ I1 - I2 the whole square into അവിടുത്തെ റെസിസ്റ്റൻസ് 6. is I1 - I2 the whole square into 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5² into 6, that is 25 into 6, 150 വാട്ട് എന്ന് കിട്ടും. ഓക്കെ.